ഒരുപക്ഷെ ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുന്നതും അത് തന്നെയാണ്. ഇറാൻ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഔദ്യോഗികമായിട്ടും അല്ലാതെയുമൊക്കെ എല്ലാ വേദികളിലും. കഴിഞ്ഞ ദിവസം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചർച്ചകൾ നടന്ന എല്ലാ വേദിയിലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്ക ഈ വിഷയത്തിൽ, അമേരിക്ക ഈ സംഘർഷത്തിൽ നേരിട്ട് ഇടപെടുകയാണെങ്കിൽ, നേരിട്ട് ആക്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. തങ്ങളും പരിപൂർണമായി തിരിച്ചടിക്കുമെന്ന ഓൾറെഡി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറാൻ്റേതായി നിലവിലുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇനി അടുത്ത നീക്കം എന്തായിരിക്കും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. അത് പ്രധാനമായും നേരത്തെ വിൻസെന്റ് സാറൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ അമേരിക്കയുടെ മിലിറ്ററി ഇൻസ്റ്റോളൻസ്, അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇറാന് ചുറ്റുമുള്ള പശ്ചിമേഷ്യയിലെ മറ്റ് പല രാജ്യങ്ങളിലും, ഖത്തറും UAE അടക്കമുള്ള പല രാജ്യങ്ങളിലും അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്. ഇവിടേക്ക് നേരിട്ട് ആക്രമണം നടത്തുമോ, അല്ലെങ്കിൽ തുടർ നീക്കങ്ങൾ എന്തായിരിക്കും എന്നുള്ളതൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഒരുപക്ഷെ ഇതിൻ്റെ ഒരു നേരത്തെ TP ശ്രീനിവാസൻ സാർ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇതോടുകൂടി അവസാനിക്കുമോ? ഇതൊരു പരിമിതമായ യുദ്ധമായിരിക്കുമോ, പരിമിതമായ ആക്രമണമായിരിക്കുമോ? അമേരിക്ക ഇനി തുടർന്നുള്ള ആക്രമണങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ഒരു കോസിൽ, അതായത് പ്രധാനമായും ഈ ഒരു ലക്ഷ്യത്തോടു കൂടി ഇതിൻ്റെ ഒരു തീവ്രത അവസാനിക്കുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലാണ് ഇതിനൊക്കെ ഉത്തരം കിട്ടേണ്ടത്. ഈ പല ഭാഗങ്ങളിൽ നിന്നുള്ള ചർച്ചകൾ, മധ്യസ്ഥ ശ്രമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലും ഈ ദിവസങ്ങൾ അത്ര നമ്മൾ സംസാരിച്ച് പോകുന്നുണ്ടായിരുന്നല്ലോ അശ്വത്. UN രക്ഷാസമിതിയിൽ പോലും നമ്മൾ ഈ ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കിക്കുന്നത് മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഒരു ദിവസം മുൻപേ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. ഇത്രത്തോളം വലിയൊരു ഇടപെടൽ ഉണ്ടായതോടുകൂടി ഇറാൻ ഏത് വിധത്തിൽ അടങ്ങിയിരിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. വലിയ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിശകലനം ഇപ്പോഴും അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഓരോ വിദഗ്ധരും. TP ശ്രീനിവാസൻ സാർ ഉൾപ്പെടെ പറഞ്ഞത് അതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ചർച്ചകൾ അത് ഏത് വിധത്തിൽ മുന്നിലേക്കായിരിക്കും? എല്ലാവരും പറയുന്നത് പോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ചർച്ചയിലേക്ക്, ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടലോടുകൂടിയുള്ള സമാധാന ചർച്ചകളിലേക്ക് ഇനി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ കുറച്ച് മുൻപ് പോലും അശ്വത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആശങ്ക ഈ രണ്ട് രാജ്യങ്ങളിൽ മാത്രമല്ല നിലനിൽക്കുന്നത്, അത് വെസ്റ്റ് ഏഷ്യയിലേക്ക് ആകെ ഗൾഫ് കൺട്രീസിലേക്ക് ഉൾപ്പെടെ വ്യാപിക്കുമോ എന്ന തരത്തിലുള്ള ആശങ്ക പോലും നിലനിൽക്കുന്നുണ്ട്. പൂജ, ചർച്ചകളുടെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ തന്നെ UN സുരക്ഷാ കൗൺസിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയുണ്ടായി. ഒപ്പം യൂറോപ്യൻ രാജ്യങ്ങളും UK അടക്കമുള്ള രാജ്യങ്ങളുമൊക്കെ ഇതിൽ ഇടപെട്ട ഒരു മധ്യസ്ഥ ശ്രമമൊക്കെ നടത്തുന്നുണ്ടായി. പക്ഷേ ഈ ചർച്ചകൾക്കൊന്നും ഒരു പരിപൂർണമായൊരു സൊല്യൂഷൻ ഇതിൽ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വാസ്തവവും. അമേരിക്ക അല്ലെങ്കിൽ ഇറാൻ, ഇസ്രായേൽ, ഈ 3 രാജ്യങ്ങൾ തന്നെയാണ് അതിൻ്റെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. അല്ലാതെ അന്താരാഷ്ട്ര സമ്മർദ്ദം ഒരുപക്ഷെ വിലപ്പോകാൻ ഇവിടെ ഈ സാഹചര്യത്തിൽ ഇടയില്ല എന്ന് തന്നെ വേണം പറയാൻ. അത് ഒരുപക്ഷെ യുദ്ധത്തിൻ്റെ ഒരു തീവ്രതയെ കുറയ്ക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനോ കഴിയും എന്നതിൽ കവിഞ്ഞ് ഇതിൻ്റെ പരിപൂർണമായ സൊല്യൂഷൻ കാണാൻ, ഇതിനൊരു മുഴുവനായൊരു സൊല്യൂഷൻ കാണാൻ ഈ അന്താരാഷ്ട്ര ഇടപെടലുകൾക്ക് തൽക്കാലം കഴിയില്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നതും. അത് തന്നെയാണ് TP ശ്രീനിവാസൻ സാറും ഒക്കെ സൂചിപ്പിച്ചത്. ഇതിലൊരു വലിയ തോതിലൊരു ഇടപെടൽ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ അല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അശ്വത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായിട്ട് നമുക്ക് മുന്നിലേക്ക് വരുന്നത്. ഫോർദോ ഉൾപ്പെടെ ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ബോംബിട്ടു എന്നുള്ളതാണ് ഈ ദിവസം രാവിലെ തന്നെ നമുക്ക് മുന്നിലേക്ക് വരുന്ന വാർത്ത. ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നീ 3 ആണവ കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് വരുന്നത്. എന്തായാലും അമേരിക്കയുടെ ഇടപെടൽ അത് ഏത് വിധത്തിലായിരിക്കും എന്നുള്ളതാണ് ഈ കാലം അത്രയും നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിലിപ്പോൾ ഒരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുന്നു അമേരിക്ക എന്നുള്ളതാണ്. ഇനി ഏത് വിധത്തിലായിരിക്കും കാര്യങ്ങൾ മുന്നിലേക്ക് പോകുന്നത് എന്നുള്ളതും ഏറെ പ്രധാനമാണ്. അശ്വജിത്താണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.